വെൽക്കം ടു റീനാസ് അവർ ഗ്രീൻ ഗാർഡൻ. ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ ആന്തൂറിയം കോർണറാണിത്. ഈ ആന്തൂറിയം ചെടികൾ വളരെ ഈസിയാണ് നമുക്ക് വെച്ചുണ്ടാക്കാനായിട്ട്. പക്ഷേ നന്നായി ശുശ്രൂഷിക്കണം എന്നൊന്നും ഇതിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ചെടിയാണ്. എല്ലായ്പ്പോഴും നമ്മൾ എല്ലാ ചെടീനും ശുശ്രൂഷിക്കുന്നത് പോലെ ആന്തൂറിയത്തിന് അത്രയധികം ശുശ്രൂഷയൊന്നും വേണ്ട. ചകിരിച്ചോറിൽ കരിയും ഓടിൻ്റെ കഷ്ണങ്ങളും ഇട്ട് വെറുതെ ആന്തൂറിയം ചെടിയെ അതിൽ മൺചട്ടികളിലാണ് കൂടുതൽ നല്ലത് വെച്ച് ഒന്ന് നേരെ നിൽക്കുന്ന സ്റ്റഡിയായി നിൽക്കുന്ന വിധത്തിൽ ഒന്ന് ഉറപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചക്കകം അതിൽ വേര് പിടിക്കും. ചകിരിയിലേക്കും വേര് പിടിക്കും, ചട്ടിയിലേക്കും ഒട്ടിപ്പിടിച്ച് വേര് ആഴ്ന്നിറങ്ങും. ആ ചട്ടിക്ക് നല്ല ഡ്രെയിനേജ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. നല്ല ചെടികളാണ്. സദാസമയവും നമുക്ക് പൂ തരുന്ന, തോട്ടത്തിൽ ഒരു ആന്തൂറിയം പൂവെങ്കിലും ഇല്ലാത്ത ഒരു സമയം ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ റെഡ് ഉണ്ട്, തനി റെഡ്, നല്ല ഡാർക്ക് റെഡ്, അതുപോലെ അതിലും ഡാർക്ക് റെഡ്, പിന്നെ പിങ്ക് ഉണ്ട്. ഇത് വേറെ തരം പിങ്ക്. അങ്ങനെ കുറച്ച് എനിക്ക് വൈറ്റും കൂടി സംഘടിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചില ആന്തൂറിയം തോട്ടങ്ങളിൽ ബ്ലാക്ക് ഉണ്ട്. എനിക്കൊരു ഓറഞ്ച് ഉണ്ട്. ഓറഞ്ചും 2 ആഴ്ച കഴിഞ്ഞ് വിരിഞ്ഞ് വരുമ്പോൾ അത് വിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അത് ഹാഫ് പോർഷൻ ഗ്രീനായി മാറും. അതിപ്പോൾ വിരിഞ്ഞിട്ടില്ല ഈ പ്രാവശ്യം. അങ്ങനെ എൻ്റെ ആന്തൂറിയം ചെടികൾ വെച്ചുണ്ടാക്കാൻ വളരെ ഈസി. നമുക്ക് കഴിയുന്നതും മൺചട്ടിയിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മൺചട്ടിയിൽ വെച്ചാൽ കാലാകാലങ്ങൾ നിൽക്കും. അതിൽ തന്നെ ചെടി വളർന്നു വരും. പിന്നെ ഏറ്റവും ഈസി ആയിട്ട് വളരുന്ന ചെടിയാണ്. നമുക്ക് 2-3 കടയുണ്ടായാൽ മാറ്റി മാറ്റി വെച്ച് നമുക്ക് കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആന്തൂറിയം ചെടികളിലെ പൂക്കൾ കൂടുതൽ ഉണ്ടാവാൻ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് വെള്ളമൊക്കെ ഉണ്ട്, കഞ്ഞിവെള്ളം, അതിൻ്റെ കൂടെ കുറച്ച് പഴത്തോല് കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് അരച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ മുട്ടത്തോടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. നന്നായി ആന്തൂറിയം പൂക്കളുണ്ടായിരിക്കും. പിന്നെ ഈ ആന്തൂറിയം ചെടികളിൽ 4-5 ഇല മാത്രം മതി ഒരു ചട്ടിയിൽ. അപ്പോൾ പൂക്കൾ കൂടുതലുണ്ടാവും. അധികം വലുതായ പഴകിയ ഇലകൾ, ആ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ കൂടുതൽ പൂവുണ്ടാവാനായിട്ട് നമുക്ക് നമ്മുടെ ആന്തൂറിയത്തിന് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഇല വളർന്ന് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതിനേക്കാളും പൂക്കൾ തിങ്ങി നിറഞ്ഞ് നിൽക്കാൻ ഇലകൾ കൂടുതലാവുമ്പോൾ നടക്കില്ല. അതുകൊണ്ട് കൂടുതലും പൂക്കൾ ഉണ്ടാവണമെങ്കിൽ 4-5 ഇല, അതിലും കൂടുതൽ ലീഫ് വേണമെന്നില്ല. ഓക്കെ, താങ്ക് യു.